ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയത് നമുക്കറിയാം. അതിൻ്റെ പേരിട്ടിരുന്നത് എച്ച് ഫയൽസ് എന്ന പേരിലാണ്. അതിന് മുൻപ് അദ്ദേഹം 2 പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു. ഒന്ന് അലന്ത് എന്ന് പറയുന്ന കർണാടകയിലൊരു മണ്ഡലത്തിലും അതുപോലെ മഹാദേവപുര എന്ന് പറയുന്ന 2 മണ്ഡലങ്ങൾ. മഹാദേവപുരയിൽ എങ്ങനെയാണ് ഒരു നിയമസഭാ മണ്ഡലത്തിലെ സീറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ വോട്ടുകൾ കൊണ്ട് ഒരു ലോക്സഭ അങ്ങനെ തന്നെ പിടിച്ചെടുത്തത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം അലന്ത് എന്ന് പറയുന്ന മണ്ഡലത്തിൽ എങ്ങനെയാണ് വോട്ടുകളുടെ ഡിലീഷനും അതുപോലെ തന്നെ അഡീഷനും നടത്തുന്നത്, എങ്ങനെയാണ് കൂട്ടിച്ചേർക്കലും അതുപോലെ തന്നെ വെട്ടിമാറ്റലും നടക്കുന്നത്. വെളുപ്പിന് 4:20 എഴുന്നേറ്റ ഒരാൾ വെട്ടിമാറ്റിയിട്ട് 2 വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ ചിത്രവുമൊക്കെ അല്ലെങ്കിൽ വിവിധ തെളിവുകളുമൊക്കെ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഇന്ത്യയെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. അത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ആ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 25,40,000 വരുന്ന വോട്ടുകളിൽ സംശയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ഉയർത്തിയിട്ടുള്ള സംശയങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ മറുപടി പറയാതെ തന്നെ സംഘപരിവാറിൻ്റെ ഹാൻഡിലുകളൊക്കെ തന്നെ ഇദ്ദേഹം മണ്ടറാണ്, ഇത് ചീറ്റിപ്പോയി ഈ ആരോപണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വളിച്ച കോമഡികൾ ഇറക്കിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ചേറ്റെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ചില നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പേര് കേട്ടിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പുറത്തു വരികയും അവരൊക്കെ തന്നെ ഇതിന് ഈ പറയുന്ന പോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതികളാണ് നമ്മൾ കാണുന്നത്. എനിക്ക് അത്തരം ആളുകളോട് പ്രബലമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആരെങ്കിലും ഉത്തരം തരുമെങ്കിൽ എനിക്ക് വലിയ സന്തോഷം. അതിനിപ്പോൾ ഏത് രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇതിൻ്റെയൊക്കെ ഭാഗമായി സംഭവിച്ച ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ഇവരെല്ലാവരും ഉയർത്തിക്കാണുന്ന കാര്യം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു ലേഖനമാണ്. ആ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു ലേഖനം നോ തെഫ്റ്റ് ഹിയർ, ഇവിടെ ഒരു കളവും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദീസ് നെയിംസ് രാഹുൽ ഗാന്ധി ഫ്ലാഗ്ഡ് ഹാവ് വോട്ടഡ്, അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ആ പേരുകളൊക്കെ തന്നെ വോട്ട് ചെയ്തിരുന്നു വിത്ത് വാലിഡ് അഡ്രസ് ആൻഡ് ID കാർഡ്സ്, അതായത് പൂർണ്ണമായ വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സുകളും ID കാർഡുകളുമായി അവരെല്ലാം വോട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹോദൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരുപാട് ഹോമുകൾക്ക് ഒരേ വീട്ടുപേരുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ എല്ലാവരും തന്നെ വോട്ട് ചെയ്തു എന്നുമൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 150 66 വോട്ടുകളും അതുപോലെ തന്നെ 501 വോട്ടുകളുമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ടീം പോയി ചില പഠനങ്ങൾ നടത്തുകയും, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ലാട്ടോ, നിങ്ങളറിയേണ്ടത് ഒറിജിനൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ടീം പോയി പഠനങ്ങൾ നടത്തുകയും അവർ അത്തരത്തിൽ ഹോദലിലൊക്കെ തന്നെയുള്ള ഗുരുധർണ വില്ലേജിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് വളരെ തന്നെ റൈറ്റ് വിങ് മീഡിയകളൊക്കെ തന്നെ എഴുന്നേറ്റ് വന്ന് ഇത്തരത്തിലുള്ള വാദഗതികളുമായി മുന്നോട്ട് വന്നത്. ആദ്യം ഇവരുടെ വാദഗതി അതായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ ഇവരുടെ വാദഗതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കെ സുരേന്ദ്രൻ വന്നിട്ട് പറയുന്നു ഒരാൾക്ക് 230 വോട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ വോട്ട് ചെയ്യും? ഒരു വോട്ട് ചെയ്യാൻ 1 മിനിറ്റ് എടുക്കില്ലേ? അപ്പോൾ അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ബൂത്തുകളിലാണെങ്കിൽ എങ്ങനെ വോട്ട് ചെയ്യും? അത് അസാധ്യമാണെന്നാണ്. അയാളല്ല വോട്ട് ചെയ്തിട്ടുള്ളത്, അവരുടെ പേരിൽ വോട്ട് ചേർക്കുകയും വേറെ ആരെങ്കിലും വോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരാൾ തന്നെ ആവണമെന്നില്ല, പല ആളുകളാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഒന്നും കെ സുരേന്ദ്രൻ ഇല്ലാതെ പോയി. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഷാബു പ്രസാദ് എന്ന് പറയുന്നൊരു മാന്യം പറയുന്നത് ബ്രസീലിയൻ യുവതിയുടെ ഫോട്ടോ വന്നെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബ്രസീലിൽ നിന്നൊക്കെ ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ്. എൻ്റെ പൊന്നി ഷാബു പ്രസാദ് തലയിൽ തലക്ക് ഈ പറയുന്ന പോലെ എന്താണ് ഓളം വെട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം പറയുന്നത് എത്ര വിവരക്കേടാണ്. ഇവരുടെ പേരിൽ ആരോ ഫോട്ടോ എടുത്തു വെച്ച് ചേർത്തേക്കാണ്. കാരണം ആ പെൺകുട്ടി ബ്രസീലിൽ നിന്ന് പോലും ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ അടുത്തത് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന മഹാനാണ്. അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയായി ഇത്രയും പേരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ വോട്ട് ചെയ്തവരൊക്കെ എങ്ങനെ BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ ഈ കേരളം കേട്ട ഏറ്റവും വലിയ ബ്ലണ്ടറൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ ഇത്തരത്തിലുള്ള വാചകങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കാം. ഈ പറയുന്ന വോട്ടുകളിൽ അദ്ദേഹം പറഞ്ഞ് 25 ലക്ഷം വോട്ടുകളിൽ ഇനി 24 ലക്ഷവും തെറ്റാണെന്നിരിക്കട്ടെ, വേണ്ട 25,95,000 തെറ്റാണെന്നിരിക്കട്ടെ, ബാക്കിയുള്ള ഒരു 4,000 അല്ലെങ്കിൽ 5,000 വരുന്ന വോട്ടുകൾ, ഏറ്റവും കുറഞ്ഞ ഞാൻ പറയുന്നു, ഓക്കെ കണക്കിളക്കാൻ കൂടെ 5,000 വരുന്ന വോട്ടുകൾ, ആ 5,000 വരുന്ന വോട്ടുകളിൽ 24,95,000 കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന പോലെ 25,40,000 അദ്ദേഹം പറഞ്ഞത്. അപ്പം 45,000 വോട്ടുകളിലോ ഏറ്റവും കുറഞ്ഞ പക്ഷം വേണ്ട 5,000 വോട്ടുകളിലോ പോലും ഇത്തരത്തിലുള്ള കൃത്രിമം നടന്നാൽ ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? ഉത്തരം പറയേണ്ടത് ഈ പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷനല്ലേ. ഇനി അതിൽ തന്നെ പറയുന്നൊരു കാര്യം, 200-230 വോട്ടുകൾ ഒരേ സ്ഥലത്ത് ഫോട്ടോ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്തിരുന്നു. കാരണം ഈ സ്ത്രീക്ക് ഇത്രയും സ്ഥലത്ത് വോട്ടുണ്ടെന്നറിയാം. ആ വോട്ട് വന്നേക്കണത് എന്ന് മുതലാണ് കൂടിയുള്ള ശ്രദ്ധിക്കണോട്ടാ, 2014 മുതലാണ് ഇത്തരത്തിലുള്ള ഫോട്ടോ വന്നേക്കണത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്ന് വോട്ട് ചെയ്യും, പക്ഷേ ഫോട്ടോ അവരുടെ എല്ലാം മനസ്സിലാക്കും, പക്ഷേ വോട്ട് ചെയ്യാൻ സമ്മതിക്കും. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ഈ ഫോട്ടോ മാറ്റാത്ത എന്താണ് ഫോട്ടോ മാറ്റാത്തത്?
ഒരേ ഒരു പ്രസക്തമായ ചോദ്യമില്ലേ ഇതിൻ്റെ ഒപ്പം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വോട്ട് ഫോട്ടോകൾ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉള്ളപ്പോൾ, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഈ ഫോട്ടോസ് ഏതൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സോഫ്റ്റ്വെയർ ഉള്ളപ്പോൾ അത് ഇവർ ഉപയോഗിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഇനി ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം, ഒരു കോമൺ സെൻസുള്ള ആർക്കും കണ്ടാൽ അറിയാം, നമ്മുടെ ഒന്നും ആധാർ കാർഡിലോ വോട്ടേഴ്സ് ഐ ഡിയിലോ ഒന്നും അത്ര മനോഹരമായൊരു ചിത്രം കാണാൻ കഴിയില്ല. അത്തരം ഒരു ചിത്രം കണ്ടിട്ടും 22 തവണ ഉണ്ടായിട്ടും ഇതേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കാത്ത എന്താണ്? OP റാവത്ത് എന്ന് പറയുന്ന 8 മാസം മാത്രം ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അദ്ദേഹം കരൺ താപ്പറിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ഇത് ലളിതമായി കണ്ടുപിടിക്കാം. എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കാത്തത്? ഇനി ഇതല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ മനഃപൂർവ്വം അങ്ങോട്ട് മറച്ചു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആ ചോദ്യങ്ങൾക്ക് എനിക്കൊന്ന് ഉത്തരം എന്താ? ഒന്ന്, ഉത്തർപ്രദേശിലെ 2 നേതാക്കന്മാർ, അതായത് അവിടുത്തെ ജില്ലാ പരിഷത്തിൻ്റെ നേതാവടക്കമുള്ള BJPയുടെ 2 നേതാക്കന്മാരും മകനും ഈ ഹരിയാനയിൽ വന്ന് വോട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് നിങ്ങളെന്താ വാതുറക്കാത്തത്? എന്താ വാതുറക്കാത്തത്? ഇനി ഇത് പോട്ടെ, 0 അഡ്രസ്സുള്ള ആളുകൾ, അതായത് 0 അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സ്നേഹവും അനുകമ്പയും ഒക്കെ അങ്ങോട്ട് വഴിഞ്ഞൊഴുകി. ഇലക്ട്രിക് പോസ്റ്റുകളിൽ, തെരുവുവിളക്കിന് താഴെ താമസിക്കുന്നവർ, പാലത്തിനടിയിൽ താമസിക്കുന്നവർ, അത്തരത്തിൽ ഈ പറയുന്ന അവർക്ക് വീടില്ലാത്ത ആളുകൾ, പക്ഷെ അവരെ പോലും വോട്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? വാചാലിലായി. ഇത്തരത്തിലുള്ള 2 പേരുടെ വീടുകൾ കാണിച്ചു, നല്ല മണിമാളികയാണ്. അതിനെക്കുറിച്ച് എന്താ ഇവർക്ക് മറുപടിയില്ലാത്തത്? ഇനി ഇതെല്ലാം പോട്ടെ, രാഹുൽ ഗാന്ധി പോലും പറയാത്തൊരു കാര്യമുണ്ടല്ലോ. നിങ്ങൾക്കറിയേണ്ടത് മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ, 2024 വോട്ട് ചെയ്തിട്ടുള്ള സ്ത്രീ, അതേ സ്ത്രീ ഇപ്പോൾ ബീഹാറിലും പോയി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ തമ്പിട്ടു. എന്തേ വാതുറക്കാത്തത്? ഇനി ഇതെല്ലാം പോട്ടെ, മലയാളികളായിട്ടുള്ള സംഘപരിവാർ സുഹൃത്തുക്കളോടൊരു ചോദ്യം, എന്താണ് നിങ്ങൾ തൃശ്ശൂരിനെ കുറിച്ചൊരു വാക്ക് പോലും പറയാത്തത്? 1,46,000 വോട്ടുകൾ അനിതസാധാരണമായി കൂടി. 2019 തൃശ്ശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കൂടിയത് വെറും 60,000-ലധികം വോട്ടുകളാണ്. പക്ഷേ 60,000-ലധികം വോട്ടുകൾ കൂടിയപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്തും കൂടാതിരുന്നപ്പോൾ, ഒരു മണ്ഡലത്തിലും കൂടാതിരുന്നപ്പോൾ, അതായത് കഴിഞ്ഞ തവണ കൂടിയ വോട്ടുകളേക്കാൾ 80,000 വോട്ടുകൾ കൂടി തൃശ്ശൂർ. എന്താ അതിനെക്കുറിച്ച് വാതുറക്കാത്തത്? ഇനി മറ്റാരും പറയാത്ത വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്, അത് കോൺഗ്രസ്സുകാർ പോലും ചോദിച്ചിട്ടില്ല. ഉത്തരാഖണ്ഡിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് സുപ്രീം കോടതി 2 ലക്ഷം രൂപ പിഴയിട്ടു. ഇതിനകത്തൊരു വീഡിയോ കിടക്കുന്നുണ്ട് നിങ്ങൾ, അതായത് ഞെട്ടിക്കുന്ന കോടതി വിധികൾ എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങളെടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം. ഇപ്പോൾ ഏതാണ്ട് 70,000 പേര് കണ്ടിട്ടുണ്ട്. അതായത് ഉത്തരാഖണ്ഡിൻ്റെ ഒരു ഇലക്ഷൻ കമ്മീഷൻ അവിടെ അനധികൃതമായിട്ടൊരു ഉത്തരവിറക്കി, അതായത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലിസ്റ്റുകളിലും നിങ്ങളുടെ പേരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാണ് അത്തരത്തിൽ നിയമത്തിനെതിരായിട്ടുള്ളൊരു കാര്യം ഇവരിറക്കിയത് ഉത്തരവായിട്ട്? ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി വന്നപ്പോൾ ഹൈക്കോടതി അതെടുത്ത് പള്ളയിൽ കളഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു ഉത്തരവെടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടു അടങ്ങിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമവിരുദ്ധമായൊരു പ്രവൃത്തി ചെയ്തു എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോലും സറണ്ടർ ചെയ്തില്ല. പകരം അവർ നേരെ എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ വലിയ ഗടാഗടിയന്മാരായിട്ടുള്ള വക്കീലന്മാരുമായിട്ട് ചെന്ന് എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയോ? മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് ഒരു സ്ഥലത്തല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ കൂടി പേരുള്ളവരാ സാധാരണ പഞ്ചായത്ത് ഇലക്ഷനുകളിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ പോയത്? ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള പോക്കൃത്തരമായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ പിഴയിട്ടു. പിഴയൊന്നും അവർക്കൊരു പ്രശ്നമില്ലല്ലോ, കാരണം ഇലക്ഷൻ കമ്മീഷനെ കാശ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് തന്നെയാണ് അപ്പോൾ എടുത്ത് കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇനി അടുത്തൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എന്തിനാണ്, ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് വിചാരിക്കുക, ഇലക്ഷൻ കമ്മീഷൻ എന്തേ നടപടിയെടുക്കാത്തത്? എന്തേ ഡിഫമേഷൻ കേസിന് പോകാത്തത്? എന്തേ ഈ പറയുന്ന പോലെ അറസ്റ്റ് ചെയ്യാത്തത്? തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഓൾട്ട് ന്യൂസിനടക്കം നിരവധി ആളുകളെ, സുബൈറിനടക്കം നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത്രയും വലിയൊരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്? അറസ്റ്റ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? രാഹുൽ ഗാന്ധി പാർലമെൻറ്റേറിയനാണ്. അദ്ദേഹത്തിന് പാർലമെൻറ്റിനകത്താണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയാനെ. കാരണം ആർക്ക് കേസിന് പോകാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ നിയമങ്ങളനുസരിച്ച് നിയമസഭക്കകത്തോ പാർലമെൻറ്റിനകത്തോ ഒക്കെയാണ് പറയുന്നതെങ്കിൽ ഒരാൾക്ക് കേസിന് പോകാനുള്ള വകുപ്പില്ല. പക്ഷേ ഇത് അവിടെയല്ലല്ലോ പറഞ്ഞത്. ഇത് പത്രസമ്മേളനം നടത്തിയതാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ കേസിന് പോകാത്തത്? ഇനി അദ്ദേഹം ചെയ്തതെന്തോ അപരാധമായി പോയി, മോശപ്പെട്ട കാര്യമായി പോയി എന്ന് പറയുന്ന ആളുകളോട്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആരാണ്? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തം എന്താണ്?
പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെയും ഇലക്ഷനെയും അടക്കം എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായി വാച്ച് ഡോഗ് എന്നുള്ള നിലക്ക് കൃത്യമായി നിരീക്ഷിക്കുകയും അതിൻ്റെ അവർക്ക് പറ്റുന്ന ഗവൺമെൻറ്റിന് പറ്റുന്ന ഇലക്ഷൻ കമ്മീഷൻ പറ്റുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പറ്റുന്ന വാളിച്ചകളെ ഉയർത്തിക്കാട്ടുകയും ചെയ്യണമെന്നുള്ളതാണ്. എന്തേ അത് നിങ്ങൾ പറയാത്തത്? അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ചെയ്തത്. ഇനി അതിൽ എന്ത് ചെയ്തു? 25,40,000 എന്ന് പറഞ്ഞതിൽ 25,39,999 മോശമാണെങ്കിലും ഒരെണ്ണം ശരിയാണെങ്കിൽ അത് ഉയർത്തിക്കാട്ടേണ്ട ഉത്തരവാദിത്തമാണ് അദ്ദേഹം ചെയ്തത്. അതെന്തേ വാതുറക്കാത്തത്? ഇനി ഇതെല്ലാം പോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഈ കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടന്നു. ആ മഹാരാഷ്ട്ര ഇലക്ഷൻ നടന്നപ്പോൾ കേവലം 5 മാസങ്ങൾ കൊണ്ട് 9,30,000 ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ 47 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ കൂടി, അതായത് 9,77,000 മാറി. 47 ലക്ഷം വോട്ട് കൂടിയിട്ടില്ല എന്നൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ 39 ലക്ഷം വോട്ട് കൂടിയെന്നാണ്. ഓക്കെ, അങ്ങനെ 39 ലക്ഷം വോട്ട് കൂടിയെങ്കിൽ നിങ്ങൾ എന്താണ് അതിന് ന്യായീകരണം പറയുന്നത്? ഇനി അവിടെ വലിയ വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ കണക്കുകൾ പ്രകാരം 15 വയസ്സിനും 65 വയസ്സിനും അടക്കമുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് 68%. അങ്ങനെ 68% എടുത്ത് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ട പോപ്പുലേഷനേക്കാൾ കൂടുതൽ നമ്പേഴ്സാണ് വോട്ടർ പട്ടികയിലുള്ളത്. എന്തേ നിങ്ങൾക്ക് ഇതുവരെ മറുപടി ഇല്ലാത്തത്? ഇനി ഈ റിപ്പോർട്ടർ ചാനലിലടക്കം നിരവധി ചാനലുകൾ പോയിട്ട് 200 പേരും 35 പേരും ഒക്കെ താമസിക്കുന്ന നിരവധി ആളുകളെ മഹാദേവപുരയിൽ കണ്ടെത്തിയല്ലോ. എന്തേ നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത്? ഇനി മറ്റൊരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാം. ബില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇത്ര സംശുദ്ധമായിട്ടാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തീരുമാനിക്കാനുള്ള സമിതി ഏറ്റവും നേരത്തെ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ പ്രതിപക്ഷ നേതാവുമായിരുന്നല്ലോ. അതായത് ആർക്കും ഭൂരിപക്ഷമില്ല, വളരെ നിഷ്പക്ഷമായ ഒരാളെ തിരഞ്ഞെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ തിരഞ്ഞെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്തിനാണ് സുഹൃത്തെ പിന്നെ അത് മാറ്റിയിട്ട് ആ നിയമം മാറ്റിയിട്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത്? നിങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് വിശ്വാസമില്ലേ? അതോ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുക്കാൻ അറിയാൻ പാടില്ലേ? നിങ്ങൾ എന്തിനാണ് പ്രധാനമന്ത്രിയും ഇന്നലെ മോദിയും അതുപോലെ അമിത്ഷായും കൂടി ആ സമിതിയിൽ കയറിയിരിക്കുകയും ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്ത്? ഇനി ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന തെരഞ്ഞെടുത്തതിന് ശേഷവും അതിനു മുമ്പും അതിന് പിൻപും എത്ര തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ നിങ്ങളങ്ങോട്ട് മാറ്റി? ഒരു തെളിവും കൊടുക്കാതിരിക്കുക. 45 ദിവസം മാത്രം CCTV ദൃശ്യങ്ങൾ കീപ്പ് ചെയ്യാൻ തീരുമാനിച്ച ആരുടെ തീരുമാനമാണ്? എന്താ മറ്റേ ഈ പറയുന്ന പോലെ സ്റ്റോറേജ് മേടിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലാച്ചിട്ടാണോ? 1 TBയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർഡ് ഡിസ്കുകൾ എത്രണ്ണം വേണം നിങ്ങൾക്ക്? ഈ ജനങ്ങൾ പിരിവിട്ട് തരും. അപ്പോൾ അത് മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടാണോ? OP റാവത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം കർണാടകത്തിലെ 2 മണ്ഡലങ്ങളെക്കുറിച്ച് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അഫിഡവിറ്റ് തരൂ, അതുപോലെ തന്നെ സത്യവാങ്മൂലം തരൂ, എങ്കിൽ അന്വേഷിക്കാമെന്ന് പറയുന്നത് പോലും തെറ്റാണ്. ആ സെക്ഷൻ പ്രകാരം അങ്ങനെ പറയാൻ കഴിയില്ല. ദേവർ റീഡിസ്കവറിങ് ദ വീൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് അത് കൃത്യമായ ആ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇപ്പോഴെങ്കിലും നരേന്ദ്രമോദിക്കൊക്കെ വന്ന് പറയാൻ പാടില്ലേ? അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ BJPക്കോ വന്ന് പറയാൻ പാടില്ലേ? ഇനി മുതൽ CCTVകൾ 45 ദിവസത്തിനകം നശിപ്പിച്ചുകളോളം നിർബന്ധം പിടിക്കില്ല, നമ്മൾ 5 കൊല്ലം സൂക്ഷിക്കും. എന്താ പറയാത്തത്? ഇനി ഇതെല്ലാം പോട്ടെ, ഈ പറയുന്ന കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ജി പറഞ്ഞ പോലെ ഇത് എല്ലാവരും തന്നെ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. കള്ള വോട്ട് ചേർത്ത് എല്ലാവരും കോൺഗ്രസിനാണ് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ BJPക്കാണ് വോട്ട് ചെയ്യുന്നത്, കോൺഗ്രസിന് ആയിക്കൂടെ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഭയങ്കര ബ്രില്യൻ്റായ ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും, CPMനാണ് വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. എങ്കിൽ BJPയും നരേന്ദ്രമോദിയൊക്കെ പറയേണ്ട ഏറ്റവും ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ കള്ളവോട്ട് തടയണം, നിങ്ങളെന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് നോക്കണമെന്ന്. ഇനി ഇതെല്ലാം പോട്ടെ, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്ന തിരക്കോടുകൂടി ബീഹാറിൽ എന്തിനാണ് നിങ്ങൾ സ്പെഷ്യൽ ഈ പറഞ്ഞ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പിലാക്കിയത്? എന്തായിരുന്നു തിരക്ക്? അങ്ങനെ തിരക്കുണ്ടായിരുന്നു. ആ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ലോക്സഭയ്ക്ക് മുമ്പേ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനോ ജ്ഞാനേഷ് കുമാറിനൊന്നും മറുപടിയില്ല. ആകെയുള്ളത് ഈ പറഞ്ഞ പോലെ ബബ്ബ എന്നാണ്.
ജ്ഞാനേഷ് കുമാറിനോടും ചീഫ് ഇലക്ഷൻ കമ്മീഷനോടും ഈ പറയുന്ന പോലെ സംഘപരിവാറിന് വേണ്ടി കൂടുതൽ ഊതുന്ന ഈ പ്രൊപ്പഗാണ്ട നടന്ന ആളുകളോട് എനിക്ക് അവരോട് പ്രശ്നമൊന്നുമില്ല വ്യക്തിപരമായി. പക്ഷേ ആകെയുള്ള പ്രശ്നം ഇതും പോയിട്ടിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിച്ച് കളയരുത്. ഇല്ല, പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് പറയുന്നുണ്ട്, അതായത് ദിലീപിനോട് പറയുന്നുണ്ട് അവൻ അങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ്, ബുൾസൈ വേണം എന്നാണ് പറയണതെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കൊച്ചിൻ ഹനീഫ് പറയുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേക്ക്, എന്നിട്ട് ബുൾസൈ ആണെന്ന് പറഞ്ഞാൽ മതി, അവൻ പൊട്ടനാണ് മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലത്തെ പൊട്ടന്മാരല്ല ഇന്ത്യൻ ജനത എന്ന് മാത്രം നിങ്ങളോട് പറയാനുള്ളൂ.